അരീക്കോട് വടക്കമുറിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിൽ 3 പേർ മരിച്ചത് ഇന്നലെയാണ്. 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചത്. എന്താണ് അവരുടെ മരണത്തിനിടയാക്കിയ കാരണം? കോഴിമാലിന്യം 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രഷർ കുക്കറിൽ വേവിച്ച് പൊടിയാക്കുന്ന രീതിയാണ് ഡ്രയർ എൻഡിങ്. ശേഖരിച്ച മാലിന്യം 6 മണിക്കൂറിനുള്ളിൽ പ്ലാന്റിൽ സംസ്കരണത്തിനായി എത്തിക്കണം. പ്രോസസ്സ് സാധാരണ രീതിയിൽ നമ്മൾ ചിക്കൻ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ കോൾഡ് സ്റ്റോറിൽ സ്റ്റോക്ക് ചെയ്യും. അതിനുശേഷം വൈകുന്നേരമാണ് നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത്. ഓരോ ബാച്ചായിട്ടാണ് നമ്മളിത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ ഏകദേശം ഒരു 9 മണിയാകുമ്പോഴേക്ക് ആ പ്രോസസ്സിങ് കഴിയുകയും ചെയ്യും. മലിനമായ വെള്ളത്തെ ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രവർത്തനം നടക്കുന്നത് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലാണ്. 70% മലിനമായ വെള്ളമാണ് ഇതിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന ടാങ്കിനകത്തേക്ക് എത്തിക്കുന്നത്. ഹണിറൂബിക്, എയ്റോബിക്, ഫിൽട്രേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കുന്നതോടെയാണ് സംസ്കരണം പൂർത്തിയാവുന്നത്. ഇത് പുതിയ പ്ലാന്റാണ്. ഒരു 6 മാസമായിട്ടുള്ളൂ പ്രവർത്തനം തുടങ്ങിയിട്ട്. നമ്മുടെ അനുമതി കിട്ടിയിട്ട് 6 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ വൃത്തിയാക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. അവർ പറയുന്നു എല്ലാ ദിവസവും അവർ ചെക്ക് ചെയ്യാറുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. ചിലപ്പം അവർ വെള്ളം ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടാവും. ആ സമയത്ത് വീഴാൻ ചാൻസ് ഉണ്ട്. ഗ്രാവിറ്റിയിൽ പോകുന്ന സിസ്റ്റം അല്ല ഉള്ളത്, എല്ലാം പാരലായിട്ടുള്ള ടാങ്കുകളാണ്. അപ്പോൾ മോട്ടറിലാണ് അത് പോകാൻ. മരണപ്പെട്ടവർ പ്ലാന്റിനകത്തേക്ക് കയറിപ്പോകുന്നതിൻ്റെ ദൃശ്യം മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഒന്നെങ്കിൽ ടാങ്കിലെ വെള്ളത്തിൻ്റെ അളവ് നോക്കാൻ പോയതാവണം. രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റു 2 പേരും ടാങ്കിലേക്ക് വീണതാവാം. പോക്കറ്റിലുണ്ടായിരുന്ന മൊബൈൽ ഫോണോ മറ്റോ ടാങ്കിലേക്ക് വീണപ്പോൾ എടുക്കാൻ ഇറങ്ങിയതുമാവാം. ഓക്സിജൻ ഇല്ലാത്ത ഹണിറൂബിക് ടാങ്കിൽ മരണത്തിന് കാരണമാക്കുന്ന മീത്തേൽ ഉൾപ്പെടെയുള്ള മറ്റു വാതകങ്ങളുടെ സാന്നിധ്യമുണ്ടാകും. ഇത് ശ്വസിക്കുന്നതും മരണത്തിന് കാരണമാകും. ഈ സാധ്യതകളാണ് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ അധികൃതർ പറയുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പരിശോധന പൂർത്തിയാക്കി. ഫോറൻസിക് പരിശോധനയുടെ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വരുന്നതോടെ അപകട കാര്യത്തിൽ വ്യക്തത വരും. ശാസ്ത്രീയമായ പരിശോധനകൾ മുഴുവൻ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് പോലീസിനും ഇതിലൊരു കൃത്യമായ നിഗമനത്തിലെത്താനാവുക. ഇതുവരെ 20ഓളം കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് മലപ്പുറം ജില്ലയിൽ അനുമതി നൽകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ പാളിച്ചകളുണ്ടോ എന്ന് പഠിക്കേണ്ട, അന്വേഷിക്കേണ്ട സമയം കൂടിയാണിത്. എന്തായാലും കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ കാരണം പുറത്തു വരട്ടെ. വേണുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.